ഹായ്, ഇന്ന് നമുക്ക് ആട്ട വെച്ചിട്ട് അപ്പം ഉണ്ടാക്കാം. ഇതുണ്ട് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന ആട്ടയാണ്. ആട്ട ഇടുകയാണേ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതനുസരിച്ച് ഇട്ടാൽ മതി. ഈ ചോറ്, ഇച്ചിരി ഈസ്റ്റ് കുറച്ചിട്ടാൽ മതി. കുഞ്ഞു സ്പൂൺ ആയ കാരണം കുഞ്ഞു സ്പൂൺ 2 സ്പൂൺ പഞ്ചസാര. ഇത് ചെറിയ സ്പൂണാണ്, 2 സ്പൂണ് പഞ്ചസാര. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കണം. ഇല്ലെങ്കിൽ നല്ലതായിട്ട് അരിഞ്ഞ് കിട്ടുകയില്ല, ഒട്ടിപ്പിടിച്ചിരിക്കും. അടിയൊക്കെ നല്ലതായിട്ട് ഇളകി വരണം. അതിലത്തെ പൊടിയൊക്കെ നനഞ്ഞ് നല്ലതായിട്ട് വരണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കും, അരയില. എല്ലാം ഒന്ന് മിക്സ് ആകണമെങ്കിൽ നമ്മൾ മിക്സി കപ്പിൽ തന്നെ ഇളക്കിയാൽ മതി. വേറെ പാത്രമൊന്നും വേണ്ട. വേറെ പാത്രമൊക്കെ എടുക്കാൻ പോയാൽ എല്ലാം പണി കൊള്ളാം. കാരണം ഞാൻ ഇതിനകത്ത് തന്നെയാ ചെന്ന് ഇളക്കി വെച്ചാൽ മതി. ആവശ്യത്തിന് പൊടി നനയാനുള്ള വെള്ളം ചേർത്താൽ മതി. ഇനി ഇത് അരച്ചു വരാം. എന്നിട്ട് രണ്ടായിട്ട് അരക്കത്തുള്ളേ. ഇത് അരഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് കൂട്ടിയിടാം. ചെറിയ തേങ്ങ പൊടി, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. 2 സ്പൂൺ അരിപ്പൊടി. അത് ഇതുപോലെ മിക്സ് ചെയ്ത് തന്നെ, വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് തന്നെ ഒക്കെ. നമ്മൾ പാലപ്പം ഉണ്ടാക്കുന്നത്. പാലപ്പം ഉണ്ടാക്കുമ്പം പാലപ്പത്തിന് കളർ കിട്ടുകയെന്നുള്ളൂ, ആട്ടായ ആയതുകൊണ്ട്. പക്ഷെ നല്ല രുചിയായിരിക്കും ഇത്. രണ്ടാമത്തെ അരച്ചിന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചേർക്കുക. ഉപ്പൊക്കെ രാവിലെ ഇടുകയുള്ളേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര പുളിയായിപ്പോവും. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചാല് ഭയങ്കര പുളിയായിപ്പോവും. എന്നിട്ട് പാത്രം കഴുകുന്ന വെള്ളം കൂടെ അതിനകത്തോട്ട് ചേർത്ത് കടിച്ചു വെക്കണം. എളുപ്പമാകട്ടെ എന്റെ പരിപാടിയൊക്കെ, സമയമൊന്നും വേണ്ട. ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിക്കാനും മിക്സ് ചെയ്യണം. നല്ലതായിട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് അടിച്ചു വെക്കുക. നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഇത് റെഡി ആയി. ഇതുണ്ടോ, ഇങ്ങനെ വെച്ചു അടച്ചു വെക്കുക. ഇത് ഇന്ന് വൈകിട്ട് അടിച്ചു വെക്കുന്ന കേട്ടോ. വൈകിട്ട് ഞാൻ കടയിലൊക്കെ പോയി ചെന്ന് വീട്ടിലെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ട് 10-11 മണിയൊക്കെ ആകും. രാവിലെ ചുട്ടെടുക്കാം. ഒന്ന് ചുറ്റിച്ചു വെച്ചു. നമുക്ക് അടച്ചു വെക്കാം. ഇതുണ്ട്, അപ്പം റെഡി. നല്ല സൂപ്പർ അപ്പം. ഇത് ആട്ട വെച്ച് ഇങ്ങനെ നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല വെള്ള കളർ കിട്ടുകയെന്നേ ഉള്ളൂ. അപ്പം ഉണ്ടാക്കിയെടുക്കാം.